എൻ്റെ പേര് നിഷ. ഇതെൻ്റെ ഹസ്ബൻഡ് പുരുഷോത്തമൻ. ഞാൻ ഗുരുവായൂരിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു ഡോക്ടറെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്കൊരു നെഞ്ചിനൊരു വേദന വന്നു. അപ്പോൾ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, ഇങ്ങനെ ഒരു നെഞ്ചിന് വേദന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അത് കാർഡിയോനെ കാണിക്കാൻ പറഞ്ഞു. കാർഡിയോ കാണിച്ചപ്പം ചെറുത് ഒരു ആൻജിയോഗ്രാം ചെയ്തു. അപ്പോൾ ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഈ എറണാകുളത്തേക്ക് നമുക്ക് യാസ്റ്റർ മെഡിസിറ്റി കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ യൂസഫ് ഡോക്ടറെ കണ്ടു. ഡോക്ടർ റോബോട്ടിക് സർജറിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചു. അപ്പോൾ അതൊരു നല്ല കാര്യം, പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഞങ്ങളത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഭയം ഉണ്ടായിരുന്നു. ഡോക്ടർ അതെല്ലാം എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു. അത് എത്ര ദിവസം അഡ്മിറ്റാവും, എങ്ങനെയാണ് സർജറി, അതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായി വ്യക്തമാക്കി പറഞ്ഞു തന്നു. സർജറി കഴിഞ്ഞ ശേഷം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കൃത്യമായി തന്നെ 2 ദിവസം ICU, 2 ദിവസം റൂമിൽ, അത് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ. ഒരു ദിവസം എനിക്ക് കൂടുതൽ അഡ്മിറ്റ് ആകേണ്ടി വന്നുള്ളൂ. പക്ഷേ കുഴപ്പമില്ല. ഇപ്പോൾ എനിക്ക് എല്ലാം കൊണ്ട് നോർമലാണ്. എനിക്ക് വീട്ടിൽ പണിയെടുക്കാനും എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഒരു കുഴപ്പവും എനിക്കില്ല. മുൻപ് ഷുഗറിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. 2-3 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷുഗർ കെയർ ചെയ്തില്ല അവർ. അപ്പം അങ്ങനെ ഷുഗറിൻ്റെ ഡോക്ടറെ കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു നെഞ്ച് വേദനയൊക്കെ ഇങ്ങനെ അനുഭവപ്പെട്ടു. അപ്പോൾ ആദ്യം വിചാരിച്ചു ഗ്യാസിൻ്റെ എന്തെങ്കിലുമൊക്കെ ആവും എന്ന് വിചാരിച്ചു. അതിനുശേഷം അവർ ഇതായി കണ്ടപ്പോൾ ഒരു കാർഡിയോനെ അവിടെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ കാർഡിയോയുടെ അനുസരിച്ച് കണ്ടു. അവിടുത്തെ ഇതൊക്കെ കണ്ടപ്പോൾ അവിടുത്തെ ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ എൻജിയോഗ്രാം ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയാണ്, ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ഒപ്പീനിയൻ വേറെ എടുക്കുമോ, ഇവിടെ അതിനുള്ള ഇതില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. മറ്റേ അശ്വതി എന്ന് പറഞ്ഞ മേഡത്തിനെയാണ് കണ്ടത്. കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞങ്ങൾക്കൊരു നല്ലൊരു ഇതാണ് തന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ വലിയ താല്പര്യം തോന്നി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഡോക്ടറെയൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ വിളിച്ചു. അശ്വതി എന്ന് പറഞ്ഞ മേഡം വിളിച്ചു. അങ്ങോട്ട് സംസാരിച്ചു. ഇങ്ങനെ ഒരു റോബോട്ടിക് സർജറി, ഞങ്ങൾ സർജറിക്ക് വേണ്ടിയിട്ടായിരുന്നു ഇവിടെ വന്നത്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പുതിയ സംരംഭം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ചെയ്യേണ്ടത്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് തലേ ദിവസം വന്നു. പിറ്റേ ദിവസം ഇവിടെ അഡ്മിറ്റായി. അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ സർജറി ചെയ്തു. അവർ പറഞ്ഞ മാതിരി തന്നെ 5.5 മണിക്കൂർ ആണ് പറഞ്ഞത്. കറക്റ്റായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞതിനെക്കാട്ടിയും കൂടുതൽ നമുക്ക് ഇതായിരുന്നു. എല്ലാ രീതി കൊണ്ടും കാര്യങ്ങളൊക്കെ സക്സസ് ആയിരുന്നു. പിന്നെ അതേ പറഞ്ഞ മാതിരി തന്നെ 2 ദിവസം 2 ദിവസം ICU അവർ പറഞ്ഞിരുന്നത്. പക്ഷെ 1.5 ദിവസം കൊണ്ട് തന്നെ റിക്കവറായി, ആൾ നോർമലായി. അതിനുശേഷം റൂമിലേക്ക് മാറ്റി. റൂമിൽ നിന്ന് 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ വെരി ഹാപ്പിയാണ്. കുഴപ്പങ്ങളൊന്നുമില്ല. നല്ലൊരു അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച്.